നമസ്കാരം. ഇന്ന് നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തെക്കുറിച്ചും ധ്യാനവിധിയെക്കുറിച്ചും ചർച്ച ചെയ്യും. ഇതൊരു അതിശക്തമായ ധ്യാനരീതിയാണ്. ഇതിന്റെ സ്ഥിരമായ പരിശീലനം വെറും 11 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഏത് ആഗ്രഹവും ലക്ഷ്യവും നിറവേറ്റാൻ സഹായിക്കും. ഇതിന്റെ പ്രത്യേകത എന്തെന്നാൽ ഈ ധ്യാനരീതി ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യണം എന്നതാണ്. ആദ്യം നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യും. അതിനുശേഷം നമ്മൾ ധ്യാനരീതിയുടെ സവിശേഷതകൾ മനസ്സിലാക്കും. രാവിലെ പുലർച്ചെ 4 മണി കഴിഞ്ഞ് 24 മിനിറ്റ് മുതൽ രാവിലെ 6 മണിവരെ നീണ്ടുനിൽക്കുന്ന പ്രഭാതത്തിലെ പ്രത്യേക 1 മണിക്കൂർ 36 മിനിറ്റ് സമയത്തെയാണ് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. എങ്കിലും ഈ വിഷയത്തിൽ മറ്റ് ചില വിശ്വാസങ്ങളുമുണ്ട്. നമ്മൾ പുരാതന ഗ്രന്ഥങ്ങൾ പഠിച്ചാൽ അവയനുസരിച്ച് രാത്രിയെ 4 കാലങ്ങളായി തിരിച്ചിരിക്കുന്നു. ആദ്യത്തെ കാലം രുദ്രകാലമാണ്. അത് വൈകുന്നേരം 6 മണി മുതൽ രാത്രി 9 മണിവരെ നീണ്ടുനിൽക്കും. ഇതിനുശേഷം രണ്ടാമത്തെ കാലം രാക്ഷസകാലമാണ്. ഇത് രാത്രി 9 മണി മുതൽ 12 മണിവരെ നീണ്ടുനിൽക്കും. തുടർന്ന് മൂന്നാമത്തെ കാലം ഗന്ധർവകാലമാണ്. ഇത് രാത്രി 12 മണി മുതൽ 3 മണിവരെ നിലനിൽക്കും. നാലാമത്തെ കാലം മനോഹരകാലമാണ്. ഇത് പുലർച്ചെ 3 മണി മുതൽ 6 മണിവരെ നിലനിൽക്കും. ബ്രഹ്മമുഹൂർത്ത സമയത്തിന്റെ വിശ്വാസം മനോഹരകാലത്തിന്റെ സമയത്താണ്, അതായത് 3 മണിക്കും 6 മണിക്കും ഇടയിലാണ് വരുന്നത്. എങ്കിലും വ്യത്യസ്ത സ്ഥലങ്ങളും കാലങ്ങളുമനുസരിച്ച് ഇതിന്റെ സമയം അല്പം വ്യത്യാസപ്പെട്ടേക്കാം. അതിനാൽ എല്ലാ സ്ഥലങ്ങൾക്കും ഒരേപോലെ ഒരു നിശ്ചിത സമയം പറയാൻ കഴിയില്ല. എന്നാൽ നിങ്ങൾ മനോഹരകാലത്തിന്റെ ഇടയിൽ, അതായത് രാവിലെ 3 മണിക്കും 6 മണിക്കും ഇടയിൽ എപ്പോഴെങ്കിലും എഴുന്നേൽക്കുകയാണെങ്കിൽ ആ സമയം അമൃതവേള, അതായത് ബ്രഹ്മമുഹൂർത്തത്തിന്റെ സമയമായി കണക്കാക്കപ്പെടും. നാം ബ്രഹ്മമുഹൂർത്തത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ, ബ്രഹ്മമെന്നാൽ അറിവിന്റെ ദേവൻ എന്നാണ് അർത്ഥം. മുഹൂർത്തം എന്നാൽ സമയം എന്നാണ് അർത്ഥം. അതായത് നാം അറിവിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു അഖണ്ഡമായ സമയം. അറിവ് മനസ്സിലാക്കാനുള്ള ആ സമയത്തെ നാം ബ്രഹ്മമുഹൂർത്തം എന്ന് വിളിക്കുന്നു. ബ്രഹ്മമുഹൂർത്തത്തെക്കുറിച്ച് നമ്മുടെ ശാസ്ത്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഈ സമയത്ത് പ്രപഞ്ചത്തിലെ ദൈവിക ശക്തികൾ അന്തരീക്ഷത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഈ സമയത്ത് നിങ്ങളുടെ ഉറക്കം പെട്ടെന്ന് ഉണരുകയാണെങ്കിൽ അതിനർത്ഥം ശുഭകരമായ ഊർജങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നുവെന്നാണ്. നിങ്ങൾ ഈ സമയത്ത് എഴുന്നേറ്റ് ധ്യാനിക്കുകയാണെങ്കിൽ ഈ ഊർജങ്ങളുമായി വേഗത്തിൽ ബന്ധം സ്ഥാപിക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ എല്ലാ മതങ്ങളുടെയും ആരാധനാലയങ്ങളായ അമ്പലങ്ങൾ, ഗുരുദ്വാരകൾ കൂടാതെ എല്ലാ പ്രാർത്ഥനാലയങ്ങളും ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെയാണ് തുറക്കുന്നത്. ഇതേ സമയത്താണ് എല്ലാ നെഗറ്റീവ് ശക്തികളും ഉറങ്ങുകയും പോസിറ്റീവ് ശക്തികൾ ഉണരുകയും ചെയ്യുന്നത്. ഈ സമയത്ത് വീശുന്ന കാറ്റിനെ അമൃതവായു എന്ന് വിളിക്കുന്നു. കാരണം എല്ലാ മലിനീകരണവും മോശം വായുവും ഇല്ലാതാകുകയും അന്തരീക്ഷത്തിൽ ഓക്സിജൻ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു. രാത്രിയിൽ മഞ്ഞു പെയ്യുന്നതിനാൽ ഈ സമയത്ത് അന്തരീക്ഷം പകലിനേക്കാൾ വളരെ തണുപ്പുള്ളതും മനോഹരവുമായിരിക്കും. ഈ സമയത്ത് അന്തരീക്ഷം ശാന്തമായിരിക്കും. മാത്രമല്ല, ഉറങ്ങി എഴുന്നേൽക്കുന്നത് കാരണം നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ തികച്ചും ശാന്തമായിരിക്കും. നിങ്ങൾ ഈ സമയത്ത് പഠിക്കുകയോ പദ്ധതികൾ തയ്യാറാക്കുകയോ സ്വയം വിലയിരുത്തുകയോ ധ്യാനിക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ലഭിക്കും. നേരത്തെ ഉറങ്ങുന്നതും നേരത്തെ ഉണരുന്നതും വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് എന്ന ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. അതിനാൽ നിങ്ങളും വിജയിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരാൻ തുടങ്ങുക. ഇത് നിങ്ങൾക്ക് വലിയ വിജയം നൽകും. യഥാർത്ഥത്തിൽ പുരാതന കാലത്ത് വൈദ്യുതിയും വെളിച്ചവും ഇല്ലാതിരുന്നതിനാൽ ആളുകൾ സൂര്യാസ്തമയത്തിനു ശേഷം ഉറങ്ങുകയും സൂര്യോദയത്തിനു മുമ്പ്, അതായത് ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുകയും ചെയ്തിരുന്നു. ഇത് പ്രകൃതിയോടൊപ്പം സഞ്ചരിക്കുന്ന അവരുടെ ഒരു രീതിയായിരുന്നു. പ്രകൃതിയുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ഏതൊരു വ്യക്തിയും എപ്പോഴും ആരോഗ്യവാനായിരിക്കും. അതിരാവിലെ എഴുന്നേൽക്കുന്നവർ ആരോഗ്യവാന്മാരായിരിക്കും. എന്നാൽ രാത്രി ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്നവർക്ക് ആരോഗ്യപ്രശ്നങ്ങൾ വരുന്നത് നാം കണ്ടിട്ടുണ്ട്. ഇതിനർത്ഥം നാം പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചാൽ നാം ആരോഗ്യവാന്മാരായിരിക്കും എന്നാണ്. എന്നാൽ നാം പ്രകൃതിക്ക് വിരുദ്ധമായി സഞ്ചരിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. എന്തായാലും ബ്രഹ്മമുഹൂർത്തത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകി. ഇനി നമുക്ക് ധ്യാനത്തെക്കുറിച്ച് സംസാരിക്കാം. പ്രഭാതസമയം ധ്യാനത്തിന് ഏറ്റവും അനുയോജ്യമായ സമയമാണെന്ന് എല്ലാവർക്കും അറിയാം. അതിനാൽ ഇന്ന് നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രത്യേകം ചെയ്യുന്ന ഒരു ധ്യാനരീതിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ഈ രീതി തുടർച്ചയായി 11 ദിവസവും വെറും 10 മിനിറ്റ് പരിശീലിക്കുകയാണെങ്കിൽ ഈ 11 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ രീതിയുടെ ഫലം ലഭിക്കും. ഈ രീതി നിങ്ങളുടെ ഏതെങ്കിലും ആഗ്രഹമോ നിങ്ങളുടെ ഏതെങ്കിലും പ്രാർത്ഥനയോ നിറവേറ്റാൻ പ്രത്യേകം സഹായിക്കും. ഈ രീതിയെക്കുറിച്ച് നമ്മൾ പൂർണ്ണമായി സംസാരിക്കുന്നതിന് മുമ്പ് കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹൃദയ സംബന്ധമായ എന്തെങ്കിലും അസുഖമുള്ളവരോ രക്തസമ്മർദ്ദമുള്ളവരോ ഈ രീതി ചെയ്യാൻ പാടില്ല. ഇതിന് കാരണം ഈ രീതിയിൽ നമ്മൾ ശ്വാസം പിടിച്ചു നിർത്തേണ്ടതുണ്ട് എന്നതാണ്.
അതിനാൽ ഹൃദ്രോഗികളും രക്തസമ്മർദ്ദ രോഗികളും ഈ രീതി ചെയ്യരുത്. ഇനി ഇതെങ്ങനെ ചെയ്യണം എന്ന് നോക്കാം. ഇത് വളരെ അത്ഭുതകരമായ ഒരു രീതിയാണ്, കൂടാതെ വളരെ വേഗത്തിൽ ഫലം നൽകുന്നു. ഇതിന് കാരണം ഈ രീതിയിൽ നമ്മൾ നമ്മുടെ ശ്രദ്ധ ആജ്ഞാചക്രത്തിൽ കേന്ദ്രീകരിക്കുന്നു എന്നതാണ്. നമ്മുടെ സങ്കല്പങ്ങളുടെയും ഭാവനയുടെയും സർഗാത്മകതയുടെയും സ്ഥാനമാണ് നമ്മുടെ ആജ്ഞാചക്രം. ഈ ചക്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥന നടത്തുകയോ സങ്കല്പം ആവർത്തിക്കുകയോ ചെയ്താൽ ആ സങ്കല്പം അല്ലെങ്കിൽ പ്രാർത്ഥന വളരെ വേഗത്തിൽ സഫലമാകും. കാരണം ഈ ചക്രത്തിന്റെ പ്രവർത്തന മേഖല ഇതാണ്. നമ്മൾ ഇതിനെ സങ്കല്പചക്രം എന്നും വിളിക്കുന്നു, കാരണം ഈ ചക്രത്തിൽ ധ്യാനിക്കുന്നതിലൂടെ നമ്മുടെ സങ്കല്പങ്ങൾ സഫലമാകുന്നു. നമ്മൾ എന്തെങ്കിലും ആജ്ഞ നൽകിയാൽ ആ ആജ്ഞ നിറവേറ്റപ്പെടുന്നു. അപ്പോൾ ഈ രീതി എങ്ങനെ ചെയ്യണം? ആദ്യം നിങ്ങൾ ഒരു ആഗ്രഹം തീരുമാനിക്കുക. നിങ്ങൾക്ക് നിറവേറ്റാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അത് തിരഞ്ഞെടുക്കുക. പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ലെങ്കിൽ അത് നിങ്ങളുടെ ഒരു ആവശ്യവുമാകാം. ഉദാഹരണത്തിന്, നിങ്ങൾ കഠിനാധ്വാനവും ദീർഘകാലത്തെ പഠനവും നടത്തി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല ജോലി ലഭിക്കേണ്ട ഒരവസ്ഥയിലെത്തിയിരിക്കുന്നു. ഒരു സർക്കാർ ജോലി ലഭിക്കണം, എന്നാൽ നിങ്ങൾ കഷ്ടപ്പെടുകയാണ്, ജോലി ലഭിക്കുന്നില്ല. നിങ്ങൾ നിറവേറ്റാൻ ആഗ്രഹിക്കുന്ന അത്തരം ഏതെങ്കിലും ആഗ്രഹം തിരഞ്ഞെടുക്കുക. ഒരിക്കൽ നിങ്ങളുടെ ആഗ്രഹം തീരുമാനിച്ചു കഴിഞ്ഞാൽ 11 ദിവസം അതേ ആഗ്രഹം സഫലമാകാൻ ഈ ധ്യാനരീതി പരിശീലിക്കുക. ഇതിനായി ആദ്യം നിങ്ങളുടെ ഒരു ആഗ്രഹം തീരുമാനിക്കുക. ആ ആഗ്രഹം തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? രാവിലെ ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുന്നേൽക്കുക. എഴുന്നേറ്റ ശേഷം ഫ്രഷായി കുളിക്കാൻ കഴിയുമെങ്കിൽ നല്ലത്. അല്ലെങ്കിൽ മുഖവും കൈയും നന്നായി കഴുകുക. ഇതും മതിയാകും. ഇതിനുശേഷം നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിലോ പ്രാർത്ഥനാസ്ഥലത്തോ ധ്യാനമുറിയിലോ ധ്യാനനിരതനായി ഇരിക്കുക. പുറത്തുനിന്നുള്ള ശുദ്ധവായു നിങ്ങളുടെ മുറിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. അതുകൊണ്ടാണ് ഈ രീതി പ്രഭാതത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും ചെയ്യാൻ നിർദ്ദേശിക്കുന്നത്, കാരണം ഈ സമയത്ത് നിങ്ങൾക്ക് പ്രാണവായു ആവശ്യമായി വരും. അതിനാൽ തുറന്ന കാറ്റ് നിങ്ങളുടെ മുറിയിലേക്ക് വരുന്ന ഒരു സ്ഥലത്തിരിക്കുക. നിങ്ങൾ ധ്യാനത്തിലിരിക്കുമ്പോൾ നിങ്ങളുടെ നടുവും കഴുത്തും നേരെയാക്കി വയ്ക്കുക. 2 കൈകളും കാൽമുട്ടുകളിൽ വയ്ക്കുക. ആദ്യം 2 മുതൽ 3 മിനിറ്റ് വരെ സ്വയം ശാന്തമാക്കുകയും സ്ഥിരത കൈവരിക്കുകയും ചെയ്യുക. നിങ്ങളുടെ മനസ്സ് ശാന്തമാകുമ്പോൾ, ശരീരം സ്ഥിരമാകുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം നിങ്ങളുടെ ശ്രദ്ധ ആജ്ഞാചക്രത്തിലേക്ക് കൊണ്ടുവരിക. ആജ്ഞാചക്രം എന്നാൽ പുരികങ്ങൾക്ക് നടുവിലുള്ള സ്ഥലം, അതായത് നമ്മൾ തിലകം ചാർത്തുന്ന അല്ലെങ്കിൽ സ്ത്രീകൾ പൊട്ടുതൊടുന്ന സ്ഥലം. ഈ സ്ഥലത്ത് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈ സ്ഥലത്ത് നിങ്ങളുടെ മാനസിക കണ്ണുകൾ കൊണ്ട് നിരന്തരം ഈ സ്ഥലം അനുഭവിക്കുക. നിങ്ങളുടെ മാനസിക കണ്ണുകൾ കൊണ്ട് ഈ സ്ഥലം അനുഭവിച്ചറിയുകയും ഇവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ദീർഘമായി ഒരു ശ്വാസം ഉള്ളിലേക്കെടുക്കുകയും അത് ഉള്ളിൽ പിടിച്ചു നിർത്തുകയും ചെയ്യുക. ഈ സമയത്ത് നിങ്ങളുടെ ശ്രദ്ധ ആജ്ഞാചക്രത്തിൽ തന്നെ തുടരും. ഈ സമയത്ത് നിങ്ങളുടെ ഇഷ്ടദേവന്റെയോ ദേവിയുടെയോ ഗുരുവിന്റെയോ ചിത്രം നിങ്ങളുടെ ആജ്ഞാചക്രത്തിൽ കാണുക. അവരുടെ രൂപം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയോ സങ്കല്പമോ ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹം ഒരു വരിയിൽ ആവർത്തിക്കുക. ഗുരുദേവ, പരമാത്മാവേ, എന്റെ ഈ ആഗ്രഹം സഫലമാകണേ എന്ന് പറയുക. നിങ്ങളുടെ ശ്വാസം ഉള്ളിൽ പിടിച്ചു നിർത്താനുള്ള കഴിവ് ഉള്ളിടത്തോളം കാലം ഈ ആഗ്രഹം ആവർത്തിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഇത് 10 സെക്കൻഡ്, 20 സെക്കൻഡ് അല്ലെങ്കിൽ 30 സെക്കൻഡ് വരെ പിടിച്ചു നിർത്താം. ബുദ്ധിമുട്ടില്ലാതെ എത്ര നേരം പിടിച്ചു നിർത്താമോ അത്രയും നേരം ശ്രദ്ധ ആജ്ഞാചക്രത്തിൽ നിലനിർത്തുക. നിങ്ങളുടെ മനസ്സിലെ കണ്ണുകൾ കൊണ്ട് നിങ്ങളുടെ ഇഷ്ടദേവന്റെയോ ദേവിയുടെയോ ഗുരുവിന്റെയോ രൂപം ഓർമ്മിക്കുകയും നിങ്ങളുടെ ആഗ്രഹം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും ചെയ്യുക. നിങ്ങളുടെ ശ്വാസം ഉള്ളിൽ പിടിച്ചു നിർത്തുന്നതുവരെ ഇത് തുടരുക. ഇനി ശ്വാസം ഉള്ളിൽ പിടിച്ചു നിർത്താൻ കഴിയില്ല എന്ന് തോന്നുമ്പോൾ പതുക്കെ വായിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോൾ മൂക്കിലൂടെ എടുക്കാനും പുറത്തേക്ക് വിടുമ്പോൾ വായിലൂടെ വിടാനും ശ്രദ്ധിക്കുക. ഇതൊരു ചക്രം പൂർത്തിയായി. ഇനി നിങ്ങൾ 15 മുതൽ 20 സെക്കൻഡ് വരെ കുറച്ച് വിശ്രമിക്കുക. സാധാരണ അവസ്ഥയിലിരിക്കുക. അതിനുശേഷം രണ്ടാമത്തെ ചക്രം ആരംഭിക്കുക. അതായത് വീണ്ടും ദീർഘമായി ശ്വാസമെടുക്കുക. ശ്വാസം ഉള്ളിൽ പിടിച്ചു നിർത്തുക. നിങ്ങളുടെ ശ്രദ്ധ ആജ്ഞാചക്രത്തിൽ നിലനിർത്തുക. നിങ്ങളുടെ മനസ്സിൽ ഇഷ്ടദേവതയുടെയോ നിങ്ങളുടെ ഗുരുവിന്റെയോ ചിത്രം നോക്കുക. ഈ എല്ലാ കാര്യങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ പ്രാർത്ഥന വീണ്ടും ആവർത്തിക്കുക. നിങ്ങളുടെ സങ്കല്പം, നിങ്ങളുടെ ആഗ്രഹം വീണ്ടും ആവർത്തിക്കുക. നിങ്ങളുടെ ശ്വാസം ഉള്ളിൽ പിടിച്ചു നിർത്തുന്നതുവരെ അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുക. 30 സെക്കൻഡിൽ കൂടുതലോ 40 സെക്കൻഡിൽ കൂടുതലോ നിങ്ങൾക്ക് ശ്വാസം പിടിച്ചു നിർത്താൻ കഴിയില്ല എന്ന് തോന്നുമ്പോൾ വായിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. എന്നിട്ട് കുറച്ച് സെക്കൻഡ് വിശ്രമിക്കുക. ഇത് 2 ചക്രങ്ങളായി. ഇതുപോലെ നിങ്ങൾ ഇടയ്ക്ക് നിർത്തി കുറച്ച് സെക്കൻഡുകൾ വിശ്രമിച്ചുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹം വീണ്ടും വീണ്ടും ആവർത്തിക്കണം. 11 ദിവസം എല്ലാ ദിവസവും ഏകദേശം 10 മിനിറ്റ് ഈ പരിശീലനം ചെയ്യണം. ഇതാണ് പൂർണ്ണമായ രീതി. യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ രീതിയിൽ ധ്യാനിക്കുമ്പോൾ ഇതിനൊരു ശാസ്ത്രീയ വശം കൂടിയുണ്ട്.
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ആജ്ഞാചക്രം സങ്കല്പത്തിന്റെ സ്ഥാനമാണ്. ഇത് നമ്മുടെ ഭാവനയുടെ സ്ഥാനമാണ്. ഇത് നമ്മുടെ ആജ്ഞ നൽകുന്ന സ്ഥാനമാണ്. ഈ സ്ഥലത്ത് വന്ന് നമ്മൾ എന്തെങ്കിലും ആജ്ഞയോ പ്രാർത്ഥനയോ സങ്കല്പമോ നടത്തുമ്പോൾ ആ ആജ്ഞയോ സങ്കല്പമോ പ്രാർത്ഥനയോ സഫലമാകുന്നതുകൊണ്ടാണ് ഇതിനെ ആജ്ഞാചക്രം എന്ന് വിളിക്കുന്നത്. ആജ്ഞാചക്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മൾ എന്തു ചോദിച്ചാലും അത് സഫലമാകും. കാരണം ഇത് ആഗ്രഹം സഫലമാകുന്ന സ്ഥാനമാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ രീതിയിൽ ശ്വാസം ഉള്ളിൽ പിടിച്ചു നിർത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ശരീരം മുഴുവൻ ഒരു അടിയന്തര സാഹചര്യം ഉടലെടുക്കുന്നു. നമ്മൾ ഇത്രയും നേരം ശ്വാസം പിടിച്ചു നിർത്തുമ്പോൾ നമ്മുടെ തലച്ചോറ് നിലയ്ക്കുന്നു, നമ്മുടെ ചിന്തകൾ നിലയ്ക്കുന്നു. എന്തുകൊണ്ട് എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ സമയമില്ല. ഇപ്പോൾ ഒരു അടിയന്തര സാഹചര്യം ഉണ്ടാകുന്നു. അതിൽ നിങ്ങൾക്ക് സുഖമായി ചിന്തിക്കാൻ കഴിയില്ല. അതിനാൽ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ ആ സ്ഥലത്ത് തന്നെ പതിയും. അതായത് നിങ്ങളുടെ മനസ്സ് മുമ്പത്തേതിനേക്കാൾ കൂടുതൽ ഏകാഗ്രമാകും. അതിനാൽ നിങ്ങൾ ശ്വാസമെടുത്ത് പിടിച്ചു നിർത്തുമ്പോൾ ഇതാണ് രണ്ടാമത്തെ പ്രധാന കാര്യം. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ഈ രീതിയിൽ ഏകാഗ്രത പുലർത്തുകയും നിങ്ങളുടെ ആഗ്രഹമോ ആവശ്യങ്ങളോ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും ചെയ്യുമ്പോൾ എന്തു സംഭവിക്കും? പതുക്കെ ആ ആഗ്രഹം നിങ്ങളുടെ ബോധമനസ്സിൽ നിന്ന് ഉപബോധ മനസ്സിലേക്ക് പോകും. ഒരു ദിവസം കഴിഞ്ഞ്, 2 ദിവസം കഴിഞ്ഞ്, 3 ദിവസം കഴിഞ്ഞ് എന്താണ് സംഭവിക്കുന്നത് എന്നുവെച്ചാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഈ ചിന്ത നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങും. അത് നമ്മുടെ മനസ്സിന്റെ വളരെ ആഴത്തിലുള്ള തലമാണ്. ഒരു ചിന്തയെ നിങ്ങളുടെ ബോധമനസ്സിൽ, അതായത് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ എത്തിച്ചാൽ ആകർഷണ നിയമം പറയുന്നത് ആ ആഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ പൂർത്തിയാകും എന്നാണ്. അപ്പോൾ ഇതാണ് ഇതിന്റെ ശാസ്ത്രം. ഇതിൽ 3 കാര്യങ്ങൾ പ്രത്യേകം പ്രവർത്തിക്കുന്നു. ഒന്ന്, ആജ്ഞാചക്രം. കാരണം ഇത് ആജ്ഞയുടെ സ്ഥാനമാണ്, അതിനാൽ ഇത് ആജ്ഞ നിറവേറ്റുന്നു. രണ്ടാമത്തേത്, ശ്വാസം ഉള്ളിൽ പിടിച്ചു നിർത്തുന്നത്. ഇത് ശരീരത്തിൽ ഒരു അടിയന്തര സാഹചര്യമുണ്ടാക്കുന്നു. നിങ്ങൾക്ക് അനാവശ്യ ചിന്തകൾ ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും ഏകാഗ്രമാകുന്നു. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് തുറക്കുന്നു. നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് പോകുന്നു. അതുവഴി ആ ആഗ്രഹം നിറവേറ്റുന്നതിനുള്ള വാതിലുകൾ തുറക്കാൻ തുടങ്ങുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നിങ്ങൾ ഈ രീതി ബ്രഹ്മമുഹൂർത്ത സമയത്താണ് ചെയ്യുന്നത് എന്നതാണ്. ഞാൻ തുടക്കത്തിൽ തന്നെ വിശദമായി പറഞ്ഞതുപോലെ ബ്രഹ്മമുഹൂർത്തത്തിന്റെ സമയം സവിശേഷമാണ്. ബ്രഹ്മമുഹൂർത്ത സമയത്ത് നമ്മൾ എന്തെങ്കിലും രീതി ചെയ്താൽ അത് ദേവന്മാരുടെയും ദൈവത്തിന്റെയും സമയമാണ്. ഈ സമയത്ത് നിങ്ങൾ ശുദ്ധമായ മനസ്സോടെ എന്തെങ്കിലും പ്രാർത്ഥന നടത്തുകയാണെങ്കിൽ ആ പ്രാർത്ഥന തീർച്ചയായും കേൾക്കപ്പെടും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് വിശദമായി മനസ്സിലാക്കി തന്നു. നിങ്ങളും അത്തരം ഏതെങ്കിലും അവസ്ഥയിലാണെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും പ്രതിസന്ധിയിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ, ആ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതോ ആവശ്യമായതോ ആയ എന്തെങ്കിലും ആഗ്രഹമോ ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ, അത് ജീവിതത്തിൽ നിറവേറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ രീതിയിലൂടെ ആ ആഗ്രഹമോ ആവശ്യങ്ങളോ നിറവേറ്റാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളിത് പരിശീലിക്കുക. കാരണം ഈ രീതി ഞങ്ങൾ പരീക്ഷിച്ച രീതിയാണ്. നമ്മൾ നമ്മുടെ ഉള്ളിലെ ശക്തി തിരിച്ചറിയുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ വഴിയിൽ ഒരു തടസ്സത്തിനും നിൽക്കാൻ കഴിയില്ല എന്ന് ഓർക്കുക. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ കഴിയുന്ന ആ ശക്തി നിങ്ങളിലെല്ലാവരിലുമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വിജയം, സമാധാനം, സന്തോഷം എന്നിവയുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ രീതി പരിശീലിക്കുക, വിശ്വസിക്കുക, ജീവിതത്തിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുകയും ഞങ്ങൾ ഇത്തരം വിവരങ്ങൾ നിങ്ങളിൽ എത്തിക്കുന്നതിന് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക.